قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാം സൃഷ്ടാവും രക്ഷിതാവും നിയന്താവും ഉടമസ്ഥനുമായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ വിജയത്തിന് വേണ്ടി അറിയിച്ചു തന്നിട്ടുള്ള സന്മാർഗ ദർശനത്തെ അംഗീകരിച്ചു ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത് പവിത്രമായ മാസങ്ങളായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള 4 മാസങ്ങളിൽ ഒന്നായ റജബിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുകൂടിയാണ്. ഈ ഒരു സന്ദർഭത്തിൽ കൂടുതൽ തൗബ ചെയ്യുവാനും അല്ലാഹുവിലേക്ക് അടുക്കുവാനും പരിശുദ്ധ റമദാനിലേക്ക് നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തരാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാനുമൊക്കെ നമ്മൾ തയ്യാറാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റജബിൻ്റെ സവിശേഷമായ സമ്മാനം മലയാളത്തിൽ നമ്മൾ നമസ്കാരം എന്ന് പറയാറുള്ള അസ്വലാത്ത് എന്നതാണ്. ഇസ്ലാം കാര്യം പഠിപ്പിച്ചപ്പോൾ അതിലെ രണ്ടാമത്തെ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വലാത്ത്, അത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അത്താണിയാണ്. തലച്ചുമടായി ഭാരം കൊണ്ടുപോയിരുന്ന ഒരു കാലത്ത് കുറേ നടന്നു പോകുമ്പോൾ ഭാരം ഇറക്കി വെക്കാൻ, ആശ്വാസം നേടാൻ, വീണ്ടും ഒരുപാട് ദൂരം പോകാനുള്ള കരുത്ത് തിരിച്ചെടുക്കാൻ ഒക്കെ വേണ്ടിയാണ് വഴിയരികിൽ അത്താണികൾ സ്ഥാപിക്കാറുള്ളത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ തിരക്കുകളിൽ, വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കാനും കൂടുതൽ മുന്നേറാനുള്ള കരുത്ത് ലഭിക്കാനുമൊക്കെ അല്ലാഹു തആല നൽകിയിട്ടുള്ള ഒരു വിശിഷ്ടമായ സമ്മാനമാണ്. അത് അള്ളാഹുവിനെ ഓർമ്മിക്കാൻ കാരണമാകും. അഖിനി സ്വലാത്ത് ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ സ്വലാത്ത് മുറപ്രകാരം നിലനിർത്തുക എന്ന് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ. അള്ളാഹുമായിട്ടുള്ള അടുപ്പവും ബന്ധവും ഒരു മനുഷ്യൻ ഒരു ദിവസം 5 നേരം ഒഴുകുന്ന ഒരു നദിയിൽ ഇറങ്ങി കുളിച്ച് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അയാളുടെ ദേഹത്ത് യാതൊരു അഴുക്കും ബാക്കിയാവാത്ത വിധം നമ്മെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ് സ്വലാത്ത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ഉപമയാണ്. നമുക്കത് ഹദീസിൽ വായിക്കാൻ കഴിയും.
എത്രത്തോളം നമ്മുടെ സ്വലാത്തുകൾക്ക് ഈ ശുദ്ധീകരണവും കരുത്തുമൊക്കെ നേടിത്തരാൻ കഴിയുന്നുണ്ട് എന്നത് നാം തന്നെ നടത്തേണ്ടുന്ന ഒരു പുനഃപരിശോധനയാണ്. നമ്മൾ നമ്മെക്കുറിച്ച് നടത്തേണ്ടുന്ന ഒരു ആലോചനയാണ്. അള്ളാഹുവിനെ ഓർമ്മിക്കാൻ ഇത് കാരണമാകുന്നില്ലെങ്കിൽ, കരുത്തു നേടാൻ ഇത് സഹായം ചെയ്യുന്നില്ലെങ്കിൽ, അത്താണിയായി നമുക്ക് ആശ്വാസം നൽകുന്നില്ലെങ്കിൽ, അള്ളാഹ് പഠിപ്പിച്ച സ്വലാത്തും നമ്മൾ ചെയ്യുന്ന സ്വലാത്തും തമ്മിൽ എവിടെയോ ഒരു ചെറിയ അല്ലെങ്കിൽ വലിയ മാറ്റമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്ത് തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സ്വലാത്തിനെ കുറിച്ച് അഥവാ നമസ്കാരത്തെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസ് ഇലാ ഗസഖിൽ ലൈൽ വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഒരിടത്ത് അങ്ങനെയാണ് പറയുന്നത്, സൂറ അൽ ഇസ്രായിൽ. സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നിശ്ചിത സമയങ്ങളിൽ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. അതോടൊപ്പം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നമസ്കാരം അത് നിലനിർത്തുക. തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാകുന്നു. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. രാത്രിയിൽ നിന്ന് അല്പസമയം നീ ഉറക്കമുണർന്ന് ഖുർആൻ പാരായണത്തോടെ നമസ്കരിക്കുകയും ചെയ്യുക. അത് നിനക്ക് കൂടുതലായുള്ള ഒരു പുണ്യകർമ്മമാകുന്നു. നിന്റെ റബ്ബ് നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് നിയോഗിച്ചേക്കാം. ഇങ്ങനെ അത് ആവർത്തിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളിങ്ങനെ പാരായണം ചെയ്തു പോകുമ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. സാമൂഹ്യ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പല കാരണങ്ങൾ കൊണ്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകും, പ്രലോഭനങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോവുക പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. മറ്റു ചിലപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഇതിനൊക്കെ ചരിത്രത്തിൽ തെളിവുകളുണ്ട്. ഇങ്ങനെ പ്രകോപനമുണ്ടായാലും പ്രലോഭനമുണ്ടായാലും പതറാതെ പിടിച്ചു നിൽക്കാൻ ഊർജം വേണം. അതിൻ്റെ സ്രോതസ്സാണ് യഥാർത്ഥത്തിൽ നമസ്കാരം, അസ്വലാ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വസ്തഈനു ബിസ്സബ്രി വസ്സലാ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ സ്വബർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടണം. സ്വബർ കൊണ്ടും സ്വലാത്തിനോടും സഹായം തേടണം. ഒപ്പം തന്നെ പറഞ്ഞു, പക്ഷെ അത് ഖുശൂ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് വലിയ ഭാരമാണ്, വലിയ പ്രയാസമാണത് എന്ന്. അപ്പോൾ ഖുശൂ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് സ്വലാത്ത് കൊണ്ട് അള്ളാഹു സഹായം ചെയ്യുകയുള്ളൂ. ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക് ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈൽ ഫസബ്ബിഹ് വഅത്റാഫൻ നഹാർ ലഅല്ലക തർളാ. ആയതിനാൽ ഇവർ പറയുന്നതിനെ പറ്റി നീ ക്ഷമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അങ്ങേയറ്റത്തെ ആരോപണങ്ങളും ശകാരങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് ഇത് പറയുന്നത്. നീ അതിനെപ്പറ്റിയൊക്കെ ക്ഷമിക്കുക. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുൻപും നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക. രാത്രിയിൽ ചില നാഴികകളിലും പകലിന്റെ ചില ഭാഗങ്ങളിലും നീ അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. നിനക്ക് സംതൃപ്തി കൈവന്നേക്കാം. വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം നിനക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വകും മിനസ് സാജിദീൻ.
ആകയാൽ നിന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് നീ സ്തോത്ര കീർത്തനം നടത്തുകയും അതുപോലെ തന്നെ നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക എന്നാണ്. വകും മിനസ് സാജിദീൻ, സ്വന്തമായി സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒറ്റക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരോടൊപ്പം നീ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള സ്വലാത്ത്, സംഘടിതമായിട്ടുള്ള സലാത്ത്, നമസ്കാരം, അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് സ്വലാത്തുൽ ഖൗഫ് പോലും യുദ്ധാവസരത്തിലും അതുപോലെ ഭയമുള്ള അവസ്ഥയിലുമൊക്കെ നിർവഹിക്കുന്ന സ്വലാത്ത് പോലും ഒറ്റക്കല്ല, സംഘടിതമായിട്ടാണ്. അതുകൊണ്ട് സംഘടിതമായ നമസ്കാരം എന്ന് പറയുന്നത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അവർക്ക് വലിയ ഊർജം കിട്ടാനുണ്ട് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ നിന്ന്. സഹോദരന്മാരെ, അതുകൊണ്ട് ഓരോ ദിവസത്തെയും 5 വഖ്ത് നമസ്കാരവും ജമാഅത്തായിട്ട് നിർവഹിക്കാൻ പാകത്തിൽ നമ്മൾ ഓരോ ദിവസത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെ ഷെഡ്യൂൾ ചെയ്യണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇന്നത്തെ ളുഹർ എവിടെ, അസർ എവിടെ, മഗ്രിബ് എവിടെ, ഇശാ എവിടെ എന്നതിനെ കുറിച്ച് ഒരു ധാരണ എങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. എന്നിട്ട് ആ സമയം വെച്ചുകൊണ്ട് ആ സംഘടിത നമസ്കാരം നിർവഹിക്കാൻ പാകത്തിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ക്രമീകരിക്കണം. സംഘടിത നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നവർ ഉപേക്ഷിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. സുന്നത്തുൻ നബി, സുന്നത്തു റസൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയിട്ടുള്ള 2 കാര്യങ്ങളിൽ ഒന്ന് സുന്നത്തുൻ നബിയാണ്. നിങ്ങളത് മുറുകെ പിടിച്ചാൽ പിഴച്ചു പോവുകയില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. അതിൽ സുപ്രധാനമായ ഒന്നാണ് ജമാഅത്തായിട്ടുള്ള നമസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ സൃഷ്ടാവ് അല്ലാഹുവാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആസൂത്രണങ്ങളും അവൻ്റെതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ജനന തീയതിയും മരണത്തീയതിയും നിശ്ചയിച്ചത് അവനാണ്. അള്ളാഹുവിന്റെ സംരക്ഷണയിൽ മാത്രമാണ് നമ്മുടെ ജീവിതമുള്ളത്. എന്നാൽ നമുക്കവൻ പരിമിതമായ ചില അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. അവൻ നൽകിയ ആ അധികാരങ്ങളിൽ കൂടി അള്ളാഹുവിന്റെ ഇഷ്ടത്തെ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാകും, ഭാഗ്യവാന്മാരാകും, മുത്തഖീങ്ങളാകും. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇനിയും അനുഗ്രഹങ്ങൾ നിലക്കാതെ വാങ്ങിക്കൂട്ടാൻ നമുക്ക് സാധ്യമാകും. നമ്മളൊരു യാത്രയിലാണുള്ളത്. ആ യാത്രയിൽ റബ്ബ് നൽകിയിട്ടുള്ള സമ്മാനമാണ് സ്വലാത്ത്. മിഅ്റാജിന്റെ രാവിലാണ് നമുക്കത് കിട്ടിയത് എന്ന് നമുക്കറിയാം. എന്താണ് മിഅ്റാജ്? റജബ് മാസത്തിൽ നമ്മൾ അതിനെ കൂടുതൽ അനുസ്മരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തിയിട്ടുള്ള മഹാവിസ്മയകരമായ ഒരു സംഭവമാണ്. അതിൽ സാധ്യമല്ലാത്ത ഒന്നുമില്ല. ആകാശലോകത്ത് നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ നൽകുന്നു. ആ വഹീന്റെ വിശദീകരണം പഠിപ്പിച്ചു കൊടുക്കുന്നു. ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തിക്കണമെന്ന് കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹു തആല ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഇതേ വാനലോകത്തേക്ക് അള്ളാഹുവിന്റെ തന്നെ മറ്റൊരു സൃഷ്ടിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ യഥാർത്ഥത്തിൽ സംഭവ്യം അസംഭവ്യം എന്ന ഒരു കാര്യമേ ഇല്ല. എല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിച്ചാൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില അത്ഭുതങ്ങൾ ഉണ്ടാകും. വഹീ തന്നെ അത്ഭുതമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവ് തന്നെ അത്ഭുതമാണ്. അപ്പോൾ ഈ ഇസ്രാഉം മിഅ്റാജും അത്ഭുതമാണ്. അതുകൊണ്ടാണ് സുബ്ഹാന എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല അക്കാര്യം പറഞ്ഞു തുടങ്ങിയത്. സുബ്ഹാൻ, പരിശുദ്ധനാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ചവൻ. രാപ്രയാണം ചെയ്ത അടിമയെ സംബന്ധിച്ചല്ല പറയുന്നത്, രാത്രിയിൽ കൊണ്ടുപോയതാണ് എന്നാണ്. രാപ്രയാണം ചെയ്യിച്ചതാണ്.
അള്ളാഹു കൊണ്ടുപോയതാണ്. മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയതാണ്. മസ്ജിദുൽ അഖ്സ, അതിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ശുഭവാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ, അൽഹംദുലില്ലാഹ്. മസ്ജിദുൽ അഖ്സക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാളികൾ, ഗസയിലുള്ള ഹമാസിന്റെ പ്രവർത്തകന്മാർ, അവരെ നിമിഷങ്ങൾക്കകം തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യവിരുദ്ധ ശക്തികളായിട്ടുള്ള ഇസ്രായേൽ നടത്തുന്ന യുദ്ധം, ആ വലിയ ആക്രമണം, അത് പക്ഷേ മണിക്കൂറുകൾ പോയിട്ട് ദിവസങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. അവർക്കൊരു വർഷമെടുത്തിട്ടും അത് സാധിച്ചില്ല. ആ ഗസയെ തുടച്ചു നീക്കാൻ, ഹമാസിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ, അക്രമികളായിട്ടുള്ള അവരുടെ പോരാളികളെ ഹമാസിന്റെ പ്രവർത്തകന്മാർ പിടിച്ചു വെച്ചത് ഹമാസിന്റെ തന്നെ സമ്മതമില്ലാതെ ഞങ്ങൾ സ്വയം മോചിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് നടപ്പിലാക്കാൻ ഇസ്രായേലിന് സാധ്യമായില്ല. ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും എന്നവർ പ്രഖ്യാപിച്ച ഹമാസിന്റെ കൂടെ ഇരുന്ന് ഈ 1.5 കൊല്ലത്തിന് ശേഷവും ചർച്ചക്ക് തയ്യാറാകേണ്ടി വന്നു എന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സയുടെ നാഥൻ ഗസയിലെ പോരാളികൾക്ക് നൽകിയിട്ടുള്ള ആദരവും മാന്യതയുമാണ്. ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഒട്ടേറെ ഷഹാദത്തുണ്ടായിട്ടുണ്ട്. അല്ലാഹുമ്മ ർസഖ്ന ഷഹാദ എന്ന് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്, അതൊരു നഷ്ടമല്ല. റജബിൽ നമസ്കാരം ഓർക്കുമ്പോഴെല്ലാം, ഇസ്രാ ഓർക്കുമ്പോഴെല്ലാം, മിഅ്റാജ് ഓർക്കുമ്പോഴെല്ലാം ആദ്യ ഖിബലയെ നിങ്ങൾ ഓർമ്മിക്കണം. ഒന്നാമത്തെ ഖിബലയാണ് മസ്ജിദുൽ അഖ്സ, മൂന്നാമത്തെ ഹറമാണ് മസ്ജിദുൽ അഖ്സ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ മുബാറക് എന്നും മുഖദ്ദസ് എന്നും വിശേഷിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ മണ്ണാണ്. ബാറക്നാ ഹൗല, അള്ളാഹുവിന്റെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട വിശുദ്ധമായ ഒരു സ്ഥലമാണ്. പൈശാചിക ശക്തികൾ എന്ന് അത് കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് അവിടെ ഒരു കാര്യവുമില്ല. ബൈത്തുൽ മഖ്ദിസിന്റെ കോമ്പൗണ്ടിനകത്ത് യഥാർത്ഥത്തിൽ അവർക്കൊരു കാര്യവുമില്ല. അതിനകത്തുള്ളത് മിഹ്റാബ് മറിയമാണ്, മിഹ്റാബ് സക്കരിയയാണ്, ഖുബ്ബത്തു സുഹ്റയാണ്, മസ്ജിദ് ബിലാലാണ്, മസ്ജിദ് ബുറാഖാണ്, മസ്ജിദുൽ അഖ്സയാണ്. അതിനകത്ത് എന്താണ് ഇസ്രായേലിയർക്ക് കാര്യം? പ്രത്യേകിച്ച് അവിടെ ഒരു കാര്യവുമില്ല. അവര് പ്രവാചകന്മാരെ വധിച്ച ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ആദ്യം കൊണ്ടുപോവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുപാടുകളിൽ നിന്ന് ശുഭവാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷകരെ കത്തിച്ചു കളയാൻ പ്രഖ്യാപനം നടത്തി ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ നിന്ന് ദുഃഖകരമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അണക്കാൻ കഴിയാത്ത വലിയ അഗ്നി ആ രാജ്യത്തെ ബാധിച്ചിരിക്കുന്നു. എന്താണ് അതിന്റെ പിന്നിൽ നമുക്കറിയില്ല. ശിക്ഷയാണോ? നമുക്കറിയില്ല. അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്നതിൽ തർക്കമില്ല. എത്ര വലിയ സാങ്കേതികമായ കഴിവുകൾ ഉണ്ടെങ്കിലും ലോകത്തിന്റെ ഏതേത് ഭാഗങ്ങളിൽ ഇടപെടാനുള്ള ശേഷി തങ്ങൾക്കുണ്ട്, ലോക പോലീസാണ് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്നവരായാലും തീയണക്കാൻ ദിവസങ്ങളായി കഴിയുന്നില്ല. ലോകത്തെ വിറപ്പിക്കുന്ന വമ്പന്മാർ നിസ്സഹായരായി മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. ആരാണ് സഹായത്തിനുള്ളത് എന്നറിയാതെ.
എല്ലാ പ്രഖ്യാപനങ്ങളുടെയും എല്ലാ അധികാരവാഴ്ചയുടെയും മുകളിൽ ദുനിയാവിലുള്ള ഒരു രാജാക്കന്മാർക്കും സ്വേച്ഛാധിപതികൾക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ചിലതുണ്ട് എന്ന പാഠമാണ് ഇത്തരത്തിൽ പ്രകൃതിപരമായ സംഭവ വികാസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരപരാധികളായിട്ടുള്ള ആളുകളെ അള്ളാഹു ദുരന്തങ്ങളിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ വെച്ച് പൂർവികരായ പ്രവാചകന്മാരോടെല്ലാം ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു നല്ല കൂടിച്ചേരൽ, അവിടെ നിന്ന് അള്ളാഹുവിന്റെ ഇംഗിതത്തോടെ ഇഷ്ടത്തോടെ ആകാശലോകത്തേക്ക് ഒരു കയറിപ്പോക്ക്, മിഅ്റാജ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ വെച്ച് കണ്ടു, അറിഞ്ഞു, മനസ്സിലാക്കി. തിരിച്ചു വന്ന് മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കേണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തമമായ ബോധ്യം കാഴ്ചയിലൂടെ, അനുഭവത്തിലൂടെ അള്ളാഹു പകർന്നു നൽകി. മുഅ്മിനീങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ടാകും അള്ളാഹുവിന്റെ അടുത്തേക്ക് മിഅ്റാജ് പോകാൻ. അള്ളാഹു അതിനെ നൽകിയ അവസരമാണ് മിഅ്റാജുൽ മുഅ്മിൻ. മുഅ്മിനീങ്ങളുടെ മിഅ്റാജാണ് അസ്സലാത്ത്, നമസ്കാരം എന്ന് പറയുന്നത്. പാപമോചനം എന്ന് പറയുന്നത് സ്വലാത്തിന്റെ ഒരു ഗുണമാണ്. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു സ്ത്രീയുമായിട്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, എൻ്റെ മേൽ നടപടിയെടുത്താലും റസൂലേ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. പിന്നീട് നമസ്കരിച്ചു. നമസ്കാരം നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം അത് ആവർത്തിച്ചു. റസൂലുള്ളാഹി ഒന്നും മിണ്ടിയില്ല. അയാൾ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആളയച്ചു വരുത്തി. നീ നമ്മുടെ കൂടെ നമസ്കരിച്ചില്ലേ എന്ന് ചോദിച്ചു. നിന്റെ പാപം അള്ളാഹു പൊറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഈ സൂക്തം ഓതിക്കൊടുത്തു. ഏതാണ്? സൂറ ഹൂദിലെ 114-ാമത്തെ ആയത്ത്. വഅഖിമിസ് സ്വലാത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിലെ ആദ്യയാമങ്ങളിലും നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയുന്നതാണ്. ചിന്തിച്ചു ഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാണത്. കൂടെയുള്ളവർ ചോദിച്ചു, ഇത് അദ്ദേഹത്തിന് മാത്രം ബാധകമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ്, എല്ലാ ജനങ്ങൾക്കും ബാധകമായ ഒരു കാര്യമാണ്. അത് സ്വലാത്തിന്റെ ഒരു പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ സമയമായാൽ പറയുമായിരുന്നു, ബിലാൽ എന്നെ ആശ്വസിപ്പിക്കൂ എന്ന്. ബാങ്ക് വിളിക്കൂ, എന്നെ ആശ്വസിപ്പിക്കൂ. വലിയ ആശ്വാസമാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസരമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് അവർ ഖുശൂഓടുകൂടി നമസ്കരിക്കുന്നവരാണ് എന്നതാണ്. മാ സലക്കക്കും ഫീ സഖർ. നിങ്ങളെ നരകത്തിൽ പ്രവേശിച്ചത് എന്തൊരു കാര്യമാണ്? ഖാലു ലം നകു മിനൽ മുസല്ലീൻ. നരകവാസികൾ പറയും, ഞങ്ങള് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. നമസ്കാര സമയത്തെക്കുറിച്ച് സൂചന നൽകുന്ന ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിന്റെ സമയക്രമം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രകൃതി എത്രത്തോളമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നത് എന്ന്. സമയക്രമം എന്ന് പറയുന്നത് പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ സുജൂദും റുകൂഉമായിട്ട് ബന്ധമുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചുറ്റുപാട് നിന്ന് പ്രകൃതിയും സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹാ വദിലാലുഹും ബിൽ ഉദുവി വൽ ആസ്വാൽ. അള്ളാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം സ്വന്തം ഇഷ്ടത്തോടെയും നിർബന്ധിതമായിട്ടും അതിന്റെ നിഴലുകളും സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും അല്ലാഹു തആല പറയുകയാണ്, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദ് വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹുഹും. എല്ലാം
ഏഴാകാശത്തുള്ളത് ഭൂമിയിലുള്ളത് എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യാതെ, അള്ളാഹുവിനെ സ്തുതിക്കാതെ ഒന്നും തന്നെയില്ല. പക്ഷേ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, മരങ്ങളുടെ, ജന്തുക്കളുടെ, നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള സകലതിൻ്റെയും തസ്ബീഹ് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. പ്രകൃതി ഒന്നാകെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുമ്പോൾ വക്കും മിനസ് സാജിദീൻ, അതിനോട് ചേർന്ന് നിന്ന് റബ്ബിന്റെ മുമ്പാകെ ആരുടെ മുമ്പിലും കുനിക്കാത്ത, നിങ്ങളുടെ തല താഴ്ത്തിയിട്ട് നെറ്റിത്തടം നിലത്ത് വെച്ച് സമ്പൂർണമായി അള്ളാഹുവിന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണം എന്നാണ്. സഹോദരന്മാരെ, ഈ പ്രകൃതി അഖിലവും അള്ളാഹുവിന് കീഴ്പ്പെടുന്നു എന്നുള്ള നിലയിൽ മുസ്ലിംകളാണ് എന്നതാണ് ഖുർആൻ ഭാഷ്യം. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്, ഒടുവിൽ അവനിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. ആ അള്ളാഹുവിന്റെ ദീനിനെ പിൻപറ്റുന്നതിന് പകരം നിങ്ങൾ മറ്റു വല്ല ദീനുമാണോ ആഗ്രഹിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കീഴ്പ്പെട്ട് അവൻ നൽകിയ സമ്മാനമായ സ്വലാത്തിലൂടെ തന്നെ അവനിൽ സമ്പൂർണമായി സമർപ്പിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.